വ്യക്തികൾക്ക് പേരിലാണ് ഉദ്ദേശം അവിടെ വ്യക്തി. ഷൈൻ്റെ ഈ പ്രവൃത്തിയോട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? എനിക്ക് നല്ല ദേഷ്യം. അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ ഞാൻ വ്യക്തികളുടെ പേര് പറ. താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമന്റ്സ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു, ഇവള് ഫെമിനിസ്റ്റ് ആണ്, ഇവള് വിക്ടിം കാർഡ് പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാരണം ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ്. ഞാനൊരു സിനിമ ചെയ്യായിരുന്നു ട്രിവാൻഡ്രത്ത്. ആ സിനിമയിൽ 2 മെയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം ആസ് എ ഫീമെയിൽ എനിക്കന്ന് ഫിസിക്കലി പീരിയഡ്സ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈവൻ ഒരു റൂം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നല്ല ബാത്റൂമും കൂടെ വേണം, നമ്മൾ ആഗ്രഹിക്കുമല്ലോ, വേണമല്ലോ. കാരണം ഫിസിക്കലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പം ആദ്യത്തെ ദിവസം സിനിമയിൽ വന്ന സമയത്ത് അവർ എനിക്കൊരു റൂം തന്നത്, ഒരു പ്രോപ്പർ ബാത്റൂം പോലും ഇല്ല. പക്ഷേ മെയിലായിട്ടുള്ള അവിടുത്തെ ലീഡ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള 2 പേർക്ക് അവർ ക്യാരവൻ കൊടുത്തിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാനിത് സംസാരിച്ചു, അതായത് ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ബാത്റൂം പോലും ഇല്ല ചേട്ടാ, എന്താ ചെയ്യാന്ന് അങ്ങനെ സംസാരിച്ചപ്പോൾ അതിൽ വളരെ നല്ല രീതിയിൽ അവർ നല്ല മാന്യന്മാരായതുകൊണ്ട് അവർക്ക് കുറച്ച് മനസ്സിലുള്ളതുകൊണ്ട് അവർ പറഞ്ഞു വേണമെങ്കിൽ നീ ക്യാരവൻ യൂസ് ചെയ്തോട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഹായ് ചങ്ങായിമാരെ, ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ ഷൈൻ ടോം ചാക്കോന്റെ ഇന്റർവ്യൂ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പല ഇന്റർവ്യൂ പല രീതിയിൽ വൈറലാവാറുണ്ട്. ചിലപ്പോൾ വിഷയങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ ഷൈൻ ടോം ചാക്കോന്റെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു വൈറലായ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ഹൈദരാലിക്കാട് ചാനലിൽ വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഷൈൻ ടോം ചാക്കോ, അതേപോലെ മറീന, പിന്നെ നമ്മുടെ ഗ്രേസ്, ഇങ്ങനെ 3 പേരും ലീഡിംഗ് റോൾ ചെയ്യുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും 1 മണിക്കൂറോളം നീണ്ടു നിന്ന ഇന്റർവ്യൂവിൽ ഷൈൻ ടോം ചാക്കോന്റെ കുറച്ച് മോശമായ രീതിയിലുള്ള പ്രവൃത്തി കാരണം പിന്നീട് ഈ പറയുന്ന മറീന എന്ന് പറയുന്ന ലേഡി ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ആ പോസ്റ്റ് ചെയ്ത വീഡിയോ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തൊക്കെ വന്നുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ചും ഈ ഇന്റർവ്യൂ എടുത്തിട്ട് സംസാരിക്കാൻ കാരണം ആ വീഡിയോയിൽ എന്താണ് എന്നത്, അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യാനുള്ള കാരണം വരുന്നത് തന്നെ ഈ പറഞ്ഞ 1 മണിക്കൂർ ദൈർഘ്യമുള്ള നമ്മുടെ മൂവി വേൾഡ് മീഡിയയിൽ വന്ന ഇന്റർവ്യൂ തന്നെയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മളിൽ പലരിലുമുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ പലരും ചെയ്യുന്ന ഒരു തെറ്റുകളൊക്കെ കുറിച്ച് അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗ്രേസ്. പിന്നെ അതിൻ്റെതായ ചില വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ട് ഷൈൻ ടോം ചാക്കോ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിലുള്ള മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ മറീന പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെ ഷൈൻ ടോം ചാക്കോ വിശദീകരിക്കുന്ന മറ്റൊരു രീതിയിലാണ്. മറീന അവിടെ വിവേചനത്തെ കുറിച്ച് പറയുമ്പോൾ ഷൈൻ ടോം ചാക്കോ അവിടെ സംസാരിക്കുന്ന ഡെഡിക്കേഷനെ കുറിച്ചാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഗ്രേസ് പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേട്ടു നോക്കാം. തീർച്ചയായിട്ടും. പിന്നീട് ഇവരും ഞാനായിട്ട് വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ? അതെ, ഷൈനായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നെ പറ്റിയിട്ടുള്ള ഇമേജ് ഇപ്പൊ വ്യക്തമായതാണല്ലോ. നേരിട്ട് ഇടപെടാതെ ദേഷ്യം വന്നു എന്ന് പറഞ്ഞു. ആ വർക്ക് ചെയ്ത സമയങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ആസ് എ ഫ്രണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഷൈനോട് പറയാണ്. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ദേഷ്യമല്ല, പക്ഷെ അത് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഷൈൻ കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര സ്പേസ് വേണം? അല്ല, അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഉത്തരം പറയാനുള്ള ദേഷ്യപ്പെടുന്നല്ല ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പിന്നെ എന്തിനാണ് നമ്മളിവിടെ വീട്ടിലെ പെണ്ണ് ഒന്ന് അച്ഛൻ അമ്മ സംസാരിച്ചോ അങ്ങനെയാണ് ഷൈൻ അറ്റ്ലീസ്റ്റ് ഷൈനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഷൈൻ ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ വേറെ ആൾ കയറി സംസാരിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടില്ലല്ലോ. ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. സോ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ? ഇനി എനിക്ക് സംസാരിക്കാം. ഓക്കെ, പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്റർവ്യൂ അല്ലേ? അതിലായിരിക്കും എന്താ സംസാരിക്കുക, അതിനെ പറ്റി പറയാനുള്ളത്? അല്ല, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതാണോ ഇന്റർവ്യൂ? ഒരിക്കലല്ല. ഇവള് ഇടയിൽ കയറി ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു ഇടയിൽ കയറി സംസാരിച്ചാണോ? ആണോ? That happens in conversations. No. ഞാൻ സംസാരിക്കും. ഇപ്പൊ ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ അതിന് മുന്നേ വീട് സംസാരിച്ചു. നിങ്ങൾ ചോദിച്ചിട്ടില്ല. അത് സംസാരത്തിൽ സംഭവിക്കുന്നതാണ്. അതെന്നെ അങ്ങനെ മാറ്റുക. അപ്പൊ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനത്തിനെ ഇല്ലാതെയാക്കിയാണോ? അങ്ങനത്തെ ഇന്റർവ്യൂസ് നമുക്ക് കണ്ടു മടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു മടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഒരാൾ പറയുന്നത് മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടുന്നത് അങ്ങോട്ട് പറയാനായിട്ട്.
ചിലപ്പോൾ ആ ഫുൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ. ചിലപ്പോൾ അങ്ങനത്തെ സംഭാഷണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ, ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞത് ഒരാളെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും കിട്ടില്ല ഒരാളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട്. ഇവർ ഈ വിഷയം തുടങ്ങുന്നതല്ല, കാരണം ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ചെറിയൊരു ഒരസത്തിൽ കൂടിയാണ് തുടങ്ങുന്നത്. അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് ഗ്രേസ് ആയാലും ഈ പറഞ്ഞ മെറീനായാലും ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഷൈൻ ടോം ചാക്കോ വരാൻ ലേറ്റായി, ഇവർ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഷൈൻ ടോം ചാക്കോ അതിൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ പറയണ്ടായി. ഡ്രസ്സ് കിട്ടാൻ വൈകിയതാണ്, ഞാൻ അവിടെ പാട്ട് പാടി വാങ്ങിയത് തേങ്ങാന്നൊക്കെ ഷൈൻ ടോം ചാക്കോ പറയണ്ടായി. പിന്നെ കുറച്ച് വിഷയങ്ങളൊക്കെ വന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരം അത്ര കൃത്യമായിട്ട് പോകുന്നില്ല എന്ന് തോന്നിയപ്പോൾ എന്തായത് ഈ ആങ്കർ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആളും ഈ സിനിമയിൽ ഈ പറയുന്ന വിവേകാനന്ദ വൈറലാണെന്ന് പറയുന്ന സിനിമയിൽ ചെറിയ റോൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് പേരെ എന്ന് വെച്ചാൽ ഈ 2 ലേഡി ആക്ടറിന്റെ കൂടെ ആളെ എടുത്തിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഷൈൻ ടോം ചാക്കോ ഇരിക്കുന്നത്. ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരുന്നു എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം. കാരണം ആദ്യമേ ഷൈൻ ടോം ചാക്കോനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമില്ല, ദേഷ്യം വന്നു എന്നൊക്കെ ഗ്രേസ് പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ കുറിച്ച് അത്ര അഭിപ്രായം ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഈ സിനിമയിലൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ കൂടെ അഭിനയിച്ചപ്പോഴൊക്കെ എന്നെ കുറിച്ചുള്ള അഭിപ്രായം അല്ലെങ്കിൽ എന്നിൽ നിന്നുണ്ടായ മോശം അനുഭവം ചോദിച്ചപ്പോൾ ഗ്രേസ് കൃത്യമായിട്ട് പറഞ്ഞു. ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ അയാൾ പറയുന്നത് എന്താണ് കേൾക്കാൻ താല്പര്യം ഉണ്ടാവണം. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അത് ഓക്കെയാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോഴാണ് പറയുന്നത് ഇത് ഇന്റർവ്യൂ അല്ല, കോൺവെർസേഷൻ ആണ്. എന്താണെങ്കിൽ പോലും അടുത്ത് നിൽക്കുന്നവരെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് നമ്മൾ കേൾക്കാനുള്ള മനഃശക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഉണ്ടാവണം. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാൻ നിൽക്കരുത്. ഇത് എന്നിലുള്ള ഏറ്റവും വലിയ തെറ്റാട്ട. ഞാനും ഇതേപോലെ തന്നെയാണ്. ഒരാൾ പറയും ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു തവണ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കുന്നതാണ്. ആ ഫ്രണ്ട് കുറച്ച് മൂഡ് ഔട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളോട് കാര്യങ്ങൾ ചോദിച്ചു. ആൾ മൂഡ് ഔട്ടാണെന്ന് പറഞ്ഞ് എനിക്ക് ആരെങ്കിലോട് കുറച്ച് മനസ്സോർന്ന് സംസാരിച്ച കൊള്ളായിരുന്നു എന്നാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നീ വിളിക്കുന്നു പറഞ്ഞ് ഞാൻ ആളെ വിളിച്ചു. ആളെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് സംസാരിക്കും. ഞാൻ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കും. എനിക്കാണെങ്കിലോ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങളൊക്കെ ഞാൻ വലിച്ചിട്ട് സംസാരിക്കും. ചിലപ്പോൾ അമ്പാനിയെ കുറിച്ച് സംസാരിക്കും. ചിലപ്പോൾ ഇന്നലെ പത്രത്തിൽ കണ്ട 7ാമത്തെ പേജിൽ ആരും മരിച്ച ആളുടെ 97 വയസ്സിലാണ് ആൾ മരിച്ചിട്ടുണ്ടോ എൻ്റെ മൈൻഡിൽ കിടക്കണമെങ്കിൽ ഞാൻ അതുവരെ സംസാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സംസാരിച്ചതിന് ശേഷം എന്നോട് സംസാരിക്കാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു എടാ ഞാൻ ഇപ്പോൾ വിളിക്കാട്ടാന്ന്. ആൾ കട്ട് ചെയ്തു. ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെറുപ്പിച്ചു എന്ന് തോന്നുന്നു. ഞാൻ അപ്പം തന്നെ മെസ്സേജ് ഇട്ടു ഞാൻ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി ഇട്ടാണ്. അപ്പോൾ ആൾ പറഞ്ഞില്ല ഡൈസ് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും നിനക്ക് എന്താണ് തോന്നിയത് നിനക്കത് പറയാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായി, എടാ നീ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം സംസാരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ പറയുന്ന ആൾ എന്ന് വെച്ചാൽ നീ സംസാരിക്കുമ്പോൾ നിന്നെ കേൾക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യം കൂടി നീ കേൾക്കണം. എന്നുവെച്ചാൽ നല്ലൊരു ലിസണർ എന്ന് പറയുന്നത് ആണ് നല്ലൊരു സ്പീക്കർ. നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും നല്ലൊരു കേൾവിക്കാരൻ കൂടി ആയിരിക്കണം. ആളുടെ വിഷമമോ അല്ലെങ്കിൽ ആളുടെ മനസ്സിലുള്ള ഒരു പ്രയാസമോ പറയാൻ വേണ്ടി വിളിക്കുമ്പോൾ ആൾക്ക് അതിനുള്ള സ്പേസ് കൊടുക്കാതെ അല്ലെങ്കിൽ ആൾ പറഞ്ഞു വരുമ്പോൾ തന്നെ നിനക്ക് ശരിയാണ് നിന്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, നീ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് ചിലപ്പോൾ അത് സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇല്ലാണ്ട് വരികയാണെങ്കിൽ പിന്നീട് അയാൾ ഒരിക്കലും നിന്നെ വിളിച്ചിട്ട് ആളുടെ വിഷമങ്ങൾ പറയാനോ അല്ലെങ്കിൽ അയാളുടെ സമയം നിനക്കായിട്ട് സ്പെൻഡ് ചെയ്യാൻ ആൾ നിൽക്കില്ല. കാരണം അവർക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടാകില്ല. ആളുടെ വിഷമങ്ങൾ പറയാൻ നിനക്ക് കഴിയുന്നോ അല്ലെങ്കിൽ അത് കേൾക്കാൻ ഉൾക്കൊള്ളാനും നിനക്ക് കഴിയുന്നുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി ഒരിക്കലും നിന്നെ വിളിച്ചിട്ട് അവരുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് നീ എന്നുള്ള ഒരു തോന്നലോ അവർക്ക് ഇല്ലാതെ ആകുന്നത്. എനിക്കത് വലിയൊരു പാഠമായി തോന്നി. ഞാൻ ഇപ്പോൾ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ മറ്റൊരാളെ സംസാരിക്കുമ്പോൾ ഞാൻ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം പറയാൻ നിൽക്കും. എന്നാൽ ഇത് ഷൈൻ ടോം ചാക്കോ പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഒരാൾ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മുടെ അഭിപ്രായം പറഞ്ഞു, ചിലപ്പോൾ അതിൻ്റെ സെൻട്രലൊക്കെ അഭിപ്രായം പറഞ്ഞു നമ്മൾ പറയാതെ ഓക്കെ അവസാനം പറയാതെ ചിലപ്പോൾ അത് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അവിടെ സ്പേസ് ഉണ്ടാവില്ല നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി. അതാണ് ഇടയിൽ കയറി സംസാരിക്കുന്നത്. അത് പലർക്കുമുള്ള വിഷയം തന്നെയാണ് ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. അതാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി വന്നാണ്. എന്നാൽ ഈ ഓട്ടോമാറ്റിക്കലി വരുന്ന വിഷയമാണെങ്കിൽ പോലും അത് കുറച്ച് മോശമാണ് എന്നും കൂടി ഞാനിവിടെ ഉണർത്തുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന സിനിമാ മേഖലയിൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പറയും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീനിയർ ആയാലും ആരാണെങ്കിലും ഈ ഫീമെയിൽ ആക്ടേഴ്സ് ഈ അഭിനേതാക്കളൊക്കെ ഫീമെയിൽ ആയിട്ടുള്ളവർ അധികം സൈലന്റ് ആയിരിക്കുള്ളൂ, ഒന്നും പറയില്ല. അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ഇങ്ങനെ പറയാത്തതിന് കാരണം എന്താണെന്നും അവർ രണ്ടുപേരും പറയുന്നുണ്ട്. ഈ പറഞ്ഞ മെറീന ആണെങ്കിലും ഗ്രേസ് ആണെങ്കിലും പറയുന്നുണ്ട്. അപ്പം അതിനെ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ എതിർക്കുന്നതും ഷൈൻ ടോം ചാക്കോന്റെ രീതിയിൽ അതിന് അഭിപ്രായം പറയുന്നതുമായ ഭാഗങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് നമ്മൾ കുറച്ചേറെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ സമൂഹങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ അത് സിനിമാ മേഖലയിൽ മാത്രമല്ല ചില ഓഫീസുകളിലായിരിക്കാം അല്ലെങ്കിൽ ഉന്നത സ്ഥലങ്ങളിലായിരിക്കാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കാം അവിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു വിവേചനത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അതിൽ ഷൈൻ ടോം ചാക്കോ ഈ പറയുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം എന്ന് പറയുമ്പോൾ അത് പറയാത്തതിന് കാരണം എന്താണ്
ഈ പറയുന്ന മെറീന പറയുന്നുണ്ട്. പിന്നെ മെറീന പറഞ്ഞതിന് ശേഷം അതേ അനുഭവം അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മുടെ ഗ്രേസ് പറയുന്നുണ്ട്. പിന്നെ മെറീനക്ക് ഉണ്ടായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ, മോശമായ അനുഭവങ്ങളെ കുറിച്ച് മെറീന പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. അവരുടെ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരണം. അത് ഭയങ്കര സംഘർഷമാണ് ആക്ടറിനും ഡയറക്ടർക്കും ഇടയിൽ. ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാം, മനസ്സിലായ വഴക്കുകൾ ഉണ്ടാവാം, പിണക്കങ്ങൾ, വേറെ പിരിയലുകൾ വരെ സംഭവിച്ചിട്ടുണ്ട് ആക്ടറും ഡയറക്ടറും തമ്മിൽ. ഇവരൊന്നും അങ്ങനെ ശക്തമായിട്ട് പ്രതികരിക്കാത്ത എന്താണ്, സീനിയർ ആയ ഡയറക്ടർ ആയതുകൊണ്ടും നമ്മൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ഇതേ പേജുള്ളവരാണെങ്കിൽ തർക്കിക്കും. ഞങ്ങളൊക്കെ മെയിൽ ആക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കും. പെൺകുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല. പെൺകുട്ടികൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും പറഞ്ഞു. ഇവിടെ ഈ ഇന്റർവ്യൂവിൽ നിങ്ങളല്ലേ കൂടുതൽ പ്രതികരിക്കണം. സീനിയർ ഡയറക്ടർ ഓക്കെ, പക്ഷെ അല്ലെങ്കിലും ഞാൻ പ്രതികരിക്കില്ല. വെറുതെ ഞാൻ ഐശ്വര്യ കളിക്കുകയാണെന്ന് പറയുള്ളൂ. അത് അപ്പൊ നിങ്ങളല്ലേ വിചാരിക്കും, ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ. കേട്ടില്ല, സീനിയർ ഡയറക്ടറൊക്കെ ആവുമ്പോൾ അങ്ങനെ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാത്തതിന്റെ കാരണം കമലിന്റെ സിനിമയാണ്. അപ്പൊ കമൽ സീനിയർ ആണ്, അതേപോലെ തന്നെ കമലിന്റെ ജൂനിയർ ആയിട്ടൊക്കെയാണ് ഷൈൻ ടോം ചാക്കോ വന്നത്. പിന്നെ അവിടെ കമലിന്റെ ഡയറക്ഷന്റെ ഒരു രീതിയെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഇവർ സംസാരിക്കാത്തതിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾ തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാത്തതിന്റെ കാരണം സീനിയർ ഡയറക്ടറൊക്കെ ആയതുകൊണ്ടാണെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു വെക്കുമ്പോൾ മെറീന പറയുന്നുണ്ട് അതുകൊണ്ടല്ല, മെയിൽ അല്ലാത്തതുകൊണ്ടാണ്, ഫീമെയിൽ ആയതുകൊണ്ടാണ് സംസാരിക്കാത്തത്. ഫീമെയിൽ ആയതുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നീ ആര് ഐശ്വര്യ റായ് ആണോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. ശരിയാണ്, ഒരു ഫീമെയിൽ ആണ്, അതേപോലെ തന്നെ അത്ര സിനിമകളിലൊന്നും അഭിനയിക്കാത്ത ഒരു വ്യക്തിയാവുമ്പോൾ അവിടെ അഭിപ്രായങ്ങൾക്ക് സ്ഥാനം കൊടുക്കൂല. ഷൈൻ ടോം ചാക്കോ പറയുന്ന അഭിപ്രായങ്ങളോളം പോലും ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവി കൊടുക്കൂല, അത് ചിലപ്പോൾ തള്ളിക്കളയും. അങ്ങനെ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളെ കുറിച്ച് ഈ ഗ്രേസും പറയുന്നുണ്ട്, പിന്നീട് മെറീനയും പറയുന്നുണ്ട്. മെറീന പറയുന്ന കുറച്ച് മോശമായി അവർക്ക് അനുഭവപ്പെട്ടുള്ള അഭിപ്രായങ്ങളാണെങ്കിൽ ഈ പറയുന്ന ഗ്രേസ് പറയുന്ന ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്. താനൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവമായാലും അല്ലെങ്കിൽ തനിക്ക് അഭിപ്രായം പറയേണ്ട അവസ്ഥകൾ വന്നിട്ട് പറയാത്തതിൻ്റെ കാരണം കൂടി പറയുന്നത് തൻ്റെ ഉത്തരവാദിത്വം പ്ലസ് അത് താൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് താങ്കൾക്ക് അങ്ങനെയുള്ള ചാൻസുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ചെറിയൊരു പേടിയും. ഇതാണ് ഗ്രേസ് പറയുന്നത്. വലിയ കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോ പറയേണ്ടത് ഗ്രേസിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന്. പിന്നെ അവിടെ തന്നെ വേറൊരു വിവേചനയ്ക്ക് ഉണ്ടായെന്ന് വെച്ചാൽ ഗ്രേസിനോട് സംസാരിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോ വോയിസ് കുറച്ചു സൈലന്റ് ആയിട്ടാണെങ്കിൽ ഈ പറയുന്ന മെറീനോട് സംസാരിക്കുമ്പോൾ കുറച്ച് ഹൈ വോൾട്ടേജിലാണ് ഷൈൻ ടോം സംസാരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ആംഗ്രി ആയിട്ട് ഒരു പ്രത്യേക ടൈപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ഈ പറയുന്ന ഗ്രേസ് കുറച്ച് സീനിയർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടായിരിക്കാം. ഈ പറയുന്ന ഈ മെറീന അധികം സിനിമയിലൊന്നും അഭിനയിച്ചിട്ടുള്ള സീനിയർ അല്ല എന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഗ്രേസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഷൈൻ ടോം ചാക്കോന്റെ ഒരു ന്യായീകരണമുണ്ട്. അതെനിക്ക് എത്രത്തോളം വ്യക്തമായില്ല സത്യം പറഞ്ഞാൽ. ആ വ്യക്തമാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത്തെ വിഷയമായിട്ട് സംസാരിക്കുന്നത്. അതുകൂടി കേട്ടോക്കാം. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ലിമിറ്റേഷൻ അല്ലേ? ആർക്കും തോന്നിയില്ലല്ലോ. അല്ല, നിങ്ങൾ പെൺകുട്ടികളായിട്ട് ആയതുകൊണ്ട് പ്രതികരിക്കാതിരുന്നിട്ടുണ്ടോ? ചില സിറ്റുവേഷൻസിൽ പ്രതികരിച്ചാൽ അത് വേറെ രീതിയിൽ പോകും എന്നുള്ളതുകൊണ്ട് അല്ല, ചില സിറ്റുവേഷനിലല്ല, അല്ലാതെ പെണ്ണായതുകൊണ്ട് പ്രതികരിക്കാതിരുന്നിട്ടില്ലല്ലോ. അങ്ങനെ ഇവിടെ നമ്മുടെ ഇടയിൽ അങ്ങനെ പ്രശ്നമില്ല. ഗ്രേസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ തുടങ്ങാണ്. പലതും നമ്മൾ സഫർ ചെയ്യുന്നുണ്ട് അല്ലെ, സിനിമയ്ക്ക് വേണ്ടി, ആ സിനിമ നന്നാകാൻ വേണ്ടി അല്ലെ. അങ്ങനെ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട് അല്ലെ, ജീവിതത്തിൽ സിനിമയിലെ ലൊക്കേഷൻ ഒത്തിരി സഫർ ചെയ്തിട്ടില്ലേ? ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായി. അല്ല, ചില സിറ്റുവേഷൻസിൽ നമ്മൾ സിനിമ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് അത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മിറ്റഡ് ആണ്. അതിനെപ്പറ്റി നമ്മൾ വേറെ നമ്മുടെ മാനുഷിക പരിഗണന എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാലൊന്നും അത് കാര്യമില്ല. അത് വൺസ് വി കമ്മിറ്റഡ് അത് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി വരിക എന്നുള്ള മാനുഷിക പരിഗണന എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഷോർട്ട് എടുത്തല്ലേ പറ്റൂ അല്ലേ? ആ സമയത്ത് ഇരുന്നു തണ്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല, ഒരുപാട് നേരം കിടക്കാനും പറ്റില്ല. കറക്റ്റ് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചാലാണ് കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് മരുന്നില്ലാത്ത ഭക്ഷണം എപ്പോഴെങ്കിലും, പക്ഷെ അങ്ങനെയായിരിക്കില്ല. അപ്പോൾ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഒരു അച്ചടക്കം വേണം. പക്ഷെ അതേപോലെ ലൊക്കേഷനിൽ എല്ലാ സമയത്തും നടക്കില്ല. ചിലപ്പോൾ 2 മണിക്കാവും ബ്രേക്ക് ചെയ്യണം അല്ലേ? അപ്പൊ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ പല സമയങ്ങളിലും ഇത് മിണ്ടാതിരിക്കണം. മെറീന പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആസ് എ ഫീമെയിൽ ആക്ടർ നമ്മൾ പറയുമ്പോൾ ചില സമയങ്ങളിൽ അവർ അത് ആ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെക്കും. കാരണം നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലീഡാണ്. ആ സമയം ഇപ്പൊ ഷൈനാണ് പറയുന്നതെങ്കിൽ അവർ ചെയ്തു കൊടുക്കും. അതിന് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതാണ് മെറീന ഉദ്ദേശിച്ചത്. എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അത് നടക്കുന്നുണ്ട്, ഇല്ല ഒന്നും വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയാൻ തയ്യാറാകണം. സ്ത്രീകളും പറയാൻ തയ്യാറാണ്. നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മൾ തയ്യാറായാലേ ഉള്ളൂ മറ്റുള്ളവർ അറിയുള്ളൂ അല്ലേ? ഇന്റർവ്യൂവിൽ പറയണല്ല, അവിടെ ലൊക്കേഷനിൽ പറയണം. നമ്മൾ എനിക്ക് വേണ്ട സാധനം എനിക്ക് വേണം അല്ലേ? അറ്റ്ലീസ്റ്റ് ഞാൻ എന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറോടും എന്തായാലും പറഞ്ഞിരിക്കും. പിന്നെ ചില സിനിമകളിൽ ഇപ്പം ചേട്ടനറിയാം, ചില ആക്ടേഴ്സിന്റെ
ചില പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ സിനിമകൾ വളരെ നീണ്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് എൻ്റെ 2 സിനിമ എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കമ്മിറ്റ് ചെയ്ത് പടം തീർക്കണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് തീർക്കാതെ ഞാൻ വേറെ 2 സിനിമ പോയി ചെയ്ത് കഴിഞ്ഞാൽ നാളെ പറയും, ഓ അവൾ ഇതിവിടെ ഇട്ടിട്ട് വേറെ 2 സിനിമ ചെയ്യാൻ പോയത് ഞാൻ ഉൾപ്പെടുന്ന ടീമിലുള്ള എല്ലാവരും പറയും, നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയക്കാരെല്ലാവരും പറയും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അവിടെ സാക്രിഫൈസ് ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ചേട്ടാ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ സിനിമ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ സിനിമ കാരണം കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരുടെ ഒരു ബുദ്ധിമുട്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വൺസ് വി കമ്മിറ്റഡ് അത് തീർക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതിൽ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. സിനിമ അങ്ങനെയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ജോലിയുടെ നേച്ചർ, അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ മോശം വശങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് ആ ഒരു റൂട്ടിലൂടെ നമ്മൾ പോകാനും നമ്മൾ റെഡി ആവണം. തീർച്ചയായിട്ടും അങ്ങനെ റെഡി കേട്ടില്ല. ഇവിടെ ഗ്രേസ് പറയുന്ന കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ്. നമ്മൊരു സിനിമ ആണെങ്കിലും മറ്റു ഏതൊരു വിഷയമായാലും നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർക്കണം. തീർക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുകയാണെങ്കിൽ, അത് നമ്മൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിന്നീടുള്ള ചാൻസുകൾ വരെ ഇല്ലാണ്ടാവും അവിടെ. അത് സിനിമാ ലോകത്ത് കൂടുതലുള്ള പരിപാടിയാണ്. സിനിമാ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മോശമായ രീതിയിലുള്ള വൈരാഗ്യങ്ങൾ കൂടുതലായിട്ട് സിനിമയിലുണ്ട്. ഞാനാണ് മുകളിൽ, ഞാനാണ് മുന്നിൽ നിൽക്കുന്നത്, ഞാൻ ഒരുപാട് സിനിമ ചെയ്തവനാണ്, എൻ്റെ മുന്നിൽ എന്നേക്കാൾ താഴെ നിൽക്കുന്നത് സംസാരിക്കാൻ പാടില്ല, ഞാൻ നടനാണ്, ഒരു നടി എൻ്റെ ഒപ്പം നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ ഒപ്പത്തിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ കുറേ വിവേചനങ്ങൾ സിനിമയിലുണ്ട്. അത് സിനിമയിലുള്ളത് നമ്മൾ പല ടൈമിലായിട്ട് പല രീതിയിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ ഒക്കെ പഴയ ഇൻ്റർവ്യൂകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ജാതിയുടെ പേരിൽ പോലും മാറ്റി നിർത്തപ്പെടുന്നതിനെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്നങ്ങനെ ജാതിയുടെ വ്യത്യാസങ്ങളില്ലെങ്കിൽ പോലും സീനിയർ ആണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടുള്ള മാറ്റി നിർത്തലുണ്ട്. ആണും പെണ്ണും തമ്മിലുള്ള വിവേചനം കാണിക്കലുണ്ട്, മാറ്റി നിർത്തപ്പെടലുണ്ട്. ആണുങ്ങൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളുകയും, എന്നാൽ ഒരു ലേഡി പറയുകയാണെങ്കിൽ ഇതിലെ കേട്ട് അതിലെ കളയുന്നതുമായ വിഷയങ്ങൾ സിനിമക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതാണ് ഗ്രേസ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ തൻ്റെ അനുഭവത്തിൽ തനിക്കുണ്ടായ വിവേചനത്തെക്കുറിച്ച് മെറീന പറയുന്നുണ്ട്. മെറീന അത് പറയുന്ന സമയത്തും ഗ്രേസ് പറയുന്ന സമയത്തും അതിനെ ഛേദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഷൈൻ ടോം ചാക്കോ പറയുന്ന കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. ഷൈൻ ടോം ചാക്കോ പറയുന്ന മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂലാണ്. അതാണ് രസം. ഷൈൻ ടോം ചാക്കോ ഇവർ പറയുന്ന വിഷയങ്ങൾ ഏത് രീതിയാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഷൈൻ ടോം ചാക്കോ പറയുന്നത് മറ്റൊരു തലത്തിലാണ്, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ ഈ പറയുന്ന വിഷയങ്ങൾ എടുക്കുന്നത് തന്നെ മറ്റൊരു രീതിയിലാണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രത്തോളം ക്ലാഷ് ആവുന്നത്. അല്ലാതെ ഷൈൻ ടോം ചാക്കോ പറയുന്നത് തെറ്റായിട്ടെന്നല്ല. ഷൈൻ ടോം ചാക്കോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അർത്ഥമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവർ പറയുന്ന വിഷയങ്ങളല്ല, ഈ ഗ്രേസ് ആയാലും മെറീന പറഞ്ഞ കാര്യങ്ങളുമല്ല ഷൈൻ ടോം ചാക്കോ അവിടെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനോടല്ല ഷൈൻ ടോം ചാക്കോ അവിടെ ഉത്തരം കൊടുക്കുന്നത്. ഇപ്പൊ പറയില്ലേ, ഉത്തരം ശരിയാണ് പക്ഷെ ചോദ്യം മാറിപ്പോയി എന്ന് പറയുന്ന പോലെ ഈ ഗ്രേസ് ആണെങ്കിലും മെറീന ആണെങ്കിലും ചോദ്യത്തിനുള്ള ഉത്തരമല്ല അവിടെ ഷൈൻ ടോം ചാക്കോ പറയുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മനസ്സിലാവും. അതിന് മെറീന പറയുന്ന കുറച്ച് കാര്യങ്ങളും ആ ലേഡിയുടെ അനുഭവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും കൂടി കേട്ടു നോക്കാം. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി പറഞ്ഞ പോലെ എനിക്കും എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ള കാരണം വയസ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് നായർ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കൂടെ ഞാനൊരു സിനിമ വർക്ക് ചെയ്തു. ഞാൻ കൃത്യമായിട്ട് പറയണത് ഉണ്ടായ സംഭവമാണ്. ആ പടം ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് അലർജി അടിച്ചിട്ട് എനിക്ക് 3 ദിവസം ശ്വാസം കിട്ടുന്നില്ല. 4ാമത്തെ ദിവസം രാവിലെ പ്രൊഡക്ഷനിൽ ചേട്ടൻ ചായ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല. അപ്പൊ അവരെന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വടകരയുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് അവർ 3 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു, കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു. കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട് മറ്റേ ഇത് ചെയ്യാൻ പറഞ്ഞു, എന്തായാലും പറയുന്നത് നെബുലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഡോക്ടറെയും കൂട്ടി വന്ന് ICU അവർ മാറ്റിയാണ്, ICUയിൽ ചുമ്മാ ഇരുത്തി. അതിൻ്റെ അകത്ത് കയറി വന്ന് ഡിസ്ചാർജ് എഴുതി മേടിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്. സെയിം ഡേ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു. പിറ്റേ ദിവസം മാത്രമേ ഇത്തിരി ഓഫ് തന്നു, കാരണം അത്രയും മോശം അവസ്ഥയായിരുന്നു. എന്നിട്ട് ഈ ആളുകൾ തന്നെ ഞാൻ ഷൂട്ടിന് സഹകരിക്കുന്നില്ല എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ട് അവിടുന്ന് ആ അസോസിയേഷനിലെ ആളുകൾ എല്ലാവരും ഓരോരുത്തരായി എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷമാണ്. ഞാൻ വന്നൊരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഷെഡ്യൂളിലെ പേയ്മെന്റ് ചോദിച്ചു. കാരണം ഞാൻ എൻ്റെ ഹെൽത്തും കൂടെ സാക്രിഫൈസ് ചെയ്തിരുന്ന വർക്കാണ്. അപ്പൊ അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വന്നപ്പോൾ തന്നെ പേയ്മെന്റ് ചോദിക്കാൻ ആരാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവർ വേഗം അസോസിയേഷനിൽ അങ്ങ് വിളിച്ച് പറയുക ചെയ്യുന്നത്. ഇതൊരു മെയിൽ ആക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പ്രശാന്ത് ആണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർ ഇരുന്ന് സംസാരിക്കും പ്രശാന്തിന്റെ അടുത്ത്. മറ്റേ തൊട്ടപ്പനിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അല്ല പ്രശാന്ത് നായരോ മുരളിയോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ മെലിഞ്ഞിട്ട് ഫഹദിക്കയുടെ ഒക്കെ ഒരു ഏകദേശം ആൾക്കുള്ള. അപ്പൊ എനിക്ക് തോന്നി, കാരണം അവര് അത് മെയിൽ ആക്ടേഴ്സ് അറിയില്ല, അത് ഒരു വ്യക്തികൾക്കുള്ള വ്യത്യാസമുള്ളൂ, ആണ് എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല അത്. ഞാൻ ഇപ്പോഴും കാര്യം ഡിമാൻഡ് ചെയ്ത് ചോദിക്കാറില്ല പിടിച്ചു വാങ്ങിയിട്ട്.
മനസ്സിലായി? അതെ, എത്ര ദിവസം കൂടിയാലും ശരി അത് തീർക്കേണ്ടത് എന്റെയാണ് ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ. ഒരു ചിത്രം തീർക്കേണ്ടത്, കാരണം എനിക്കാണ് പടത്തിൽ അഭിനയിക്കേണ്ടത്, എന്റെ പടമാണ് ഇറങ്ങേണ്ടത്. ഞാൻ അങ്ങനെ സംസാരിക്കും, അതാണ് പറഞ്ഞത്. അത് വ്യക്തികൾക്ക് വ്യത്യാസം. ഏകദേശം ഒരു പടത്തിൽ വർക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായാലും ഷൈൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യൂ. എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമെന്നുള്ള അല്ല, ഞാൻ കാശിനെ കുറിച്ചാണ് ചോദിച്ചത്, പറഞ്ഞത്. ഇതിന്റെ കേസ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ അപ്പൊ മെയിൻ ആക്ടർ ആണെങ്കിൽ എന്നുള്ളതല്ല, ആ വ്യക്തി ആണെങ്കിൽ പ്രശാന്ത് ആയതുകൊണ്ട് എനിക്ക് ആ സിറ്റുവേഷനിൽ വളരെയധികം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്ത കാര്യമില്ല. കാരണം ഇന്ന് ഇൻഡസ്ട്രിയിലെ മമ്മൂക്കയും മോഹൻലാലും എന്തുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളതും സഹകരിച്ചിട്ടുള്ളതും. അങ്ങനെ സഹിക്കാത്തതും സഹകരിക്കാതുമായിട്ടുള്ള വ്യക്തികൾ എപ്പോഴേ പോയിട്ടുണ്ടില്ലേ. സിനിമയിൽ പിടിച്ചു നിൽക്കണ അപ്പൊ ക്ഷമ അത് പ്രത്യേകിച്ച് കൂടുതൽ കുറച്ചുള്ളത്. കാരണം മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും കാലത്ത് അഭിനയിച്ചിരുന്ന പല ഫിമെയിൽ ആക്ടേഴ്സുകളും ഇപ്പൊ ഇല്ല. എന്തുകൊണ്ട് അവർക്ക് ഒരുപാട് കാലം ചെയ്യാൻ പറ്റുന്നില്ല? സ്ത്രീകൾക്ക് അവരുടെ പരിമിതികൾ അവർ തന്നെ ഉള്ളിൽ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് അവർ കുറെ വേണം പ്രതികരിക്കാതെ ഇങ്ങനെ സംസ്കാരിക്കാതിരിക്കുന്ന സമയത്ത് പ്രതികരിച്ചവർക്ക് വീട്ടിൽ ഷട്ടിൽ കയറിയിട്ടുണ്ട്. ഞാൻ അതാണ് പറയണത്. അപ്പൊ സഹകരിക്കുന്ന ആരാ? മെയിലല്ലേ? മെയിൽ എങ്ങനെ സഹകരിക്കുന്നു? പ്രതികരിച്ചവര് വീട്ടിലിരുന്നില്ലേ? പ്രതികരിക്കാതെ സഹകരിച്ചവരായിരിക്കുമല്ലോ. മെയിൽ പ്രതികരിച്ചാലും വീട്ടിലിരിക്കില്ല. മെയില് പ്രതികരിച്ച വീട്ടിലിരിക്കില്ലേ? ആള് കറക്റ്റ് ആയിട്ട് കാശ് വാങ്ങുന്ന മെയിലുകൾക്ക് ഞാൻ പറഞ്ഞ ആരൊക്കെയാണെന്ന് അങ്ങനെ ഒതുക്കി എന്ന് പറഞ്ഞ കേട്ടില്ലേ? അല്ല, ഒതുക്കപ്പെട്ട ഞാൻ പറഞ്ഞ എന്താണ്, ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള സഹിച്ചിട്ടുള്ളത് മമ്മൂട്ടി മോഹൻലാലായിരിക്കുന്നു. 100%. കാരണം അവരിന്ന് ഇതിൽ ഷൈൻ ടോം ചാക്കോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഈ പനിയൊക്കെ പിടിച്ചിട്ടും മമ്മൂട്ടി വന്ന് അഭിനയിച്ചതും ഈ ഡാഡി കൂൾ എന്ന സിനിമയിൽ സ്വിമ്മിംഗ് പൂളിൽ ചാടിയ വിഷയത്തെക്കുറിച്ചും എന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന മെറീന എന്ന് പറഞ്ഞ ലേഡി ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് ശ്വസിക്കാൻ പോലും കഴിയാതെ ഹോസ്പിറ്റലൈസ് ആവുകയും പിന്നെ ICUവിൽ നിന്ന് പോലും വിളിച്ചുകൊണ്ട് പോയി അഭിനയിക്കുകയും പിന്നെ അതിനുശേഷം ഉച്ചക്ക് റെസ്റ്റ് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ അഭിനയിച്ചതിൻ്റെ ഷെഡ്യൂളിൻ്റെ എമൗണ്ട് ചോദിച്ചപ്പോൾ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ച് പോകുമ്പോൾ ഷൈൻ ടോം ചാക്കോ അങ്ങനെ പിടിച്ചു മേടിക്കാനും പണത്തിന് വേണ്ടിയൊന്നും ആയിരിക്കരുത്. ഇത് ഡെഡിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മമ്മൂട്ടി ലാലേട്ടനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരിങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ വിഷയം എന്ന് പറഞ്ഞാൽ അവർ ഡെഡിക്കേഷൻ ആണ്. അവർക്ക് ആ സിനിമയോടുള്ള ഒരു ആർത്തിയാണ്, അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അവർ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരെന്തും ചെയ്യുന്നത്. ഇതിൽ ഇവിടെ പറയുന്നത് വെച്ചാൽ വിവേചനത്തെക്കുറിച്ചാണ് മെറീന ആണെങ്കിലും ഈ ഗ്രേസ് ആണെങ്കിലും പറയുന്നത്. അവിടെ ഒരു മെയിലായിരുന്നെങ്കിൽ ഈ ഷൈൻ ടോം ചാക്കോ ആയിരുന്നെങ്കിൽ പോലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ഈ പറയുന്ന നടനോട് സംസാരിക്കും, അഭിപ്രായം പറയും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ചെയ്യാല്ലേ, ഇപ്പം എമൗണ്ട് ചോദിച്ചാൽ എമൗണ്ട് ഇപ്പം ഇല്ല, അടുത്ത പ്രാവശ്യം തരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം കൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വയ്യാണ്ടായിങ്ങനെ അവർക്ക് വേണ്ടി ടൈം മാറ്റുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഈ പറയുന്ന ഷൂട്ടിങ് നീക്കി വെക്കുക, അല്ലെങ്കിൽ അവരെ ആരോഗ്യം നോക്കുക, അവർക്ക് നല്ല നല്ല ആശുപത്രികളിൽ കൊണ്ടുപോകാം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ ആണുങ്ങൾക്ക് ഈ നടന്മാർക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാനമോ ഇത് അംഗീകാരങ്ങളൊന്നും ഒരിക്കലും സിനിമ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നും ലേഡീസിന് കിട്ടുന്നില്ല, ഫീമെയിലിന് കിട്ടുന്നില്ല. അത് കൃത്യമായിട്ടാണ് ഗ്രേസ് ആണെങ്കിലും ഈ പറയുന്ന മെറീന ആണെങ്കിലും പറയുന്നത്. ഇനി എന്തെങ്കിലും രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ എതിർത്ത് കഴിഞ്ഞാൽ, അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പാർവതി ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുള്ള സിനിമകളൊന്നും ഇല്ലാതെ അതേപോലെ തള്ളപ്പെടും, വീട്ടിലിരിക്കേണ്ടി വരും. പിന്നെ ഈ മമ്മൂട്ടിയുടെ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ അവരെന്തൊക്കെ പറഞ്ഞാലും ഇനി അവരെ മലയാള സിനിമക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അവരത്രത്തോളം ആ സിനിമയിലൂടെ അലിഞ്ഞു ചേർന്ന് ഇപ്പം മലയാള സിനിമ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി ലാലേട്ടൻ എന്നവരിൽ നിൽക്കുകയാണ്. അവരാണ് ആ സിനിമ. ഇന്ന് മലയാളം ഇൻഡസ്ട്രി മലയാള സിനിമ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരിലാണ്. അത് മനസ്സിലാക്കുന്നില്ല. ഇതിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ പറയുന്ന രീതി വേറെയാണ്. ഇവിടെ വിവേചനത്തെക്കുറിച്ച് ഒരു വ്യക്തി പറയുമ്പോൾ ഇവിടെ ഷൈൻ ടോം ചാക്കോ പറയുന്ന ഡെഡിക്കേഷനെ കുറിച്ചാണ്. അതാണ് രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ ഇവിടെ അഭിപ്രായങ്ങൾ പറയാൻ അവർക്ക് ഒരിക്കലും കഴിയത്തില്ല. ഇനി അതേപോലെ തന്നെ അവരുടെ ലൈഫിൽ ഈ പറയുന്ന മെറീനയുടെ ലൈഫിലുണ്ടായ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ തന്നെ അധികം സിനിമകളൊന്നും അഭിനയിക്കാത്തൊരു നടിയായതുകൊണ്ട് തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നം, അല്ലെങ്കിൽ തന്നെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ മറ്റുള്ള രണ്ട് നടന്മാർക്ക് കയറി വാങ്ങി കൊടുത്തപ്പോൾ തനിക്ക് കിട്ടിയ ഒരു മോശമായ റൂം, ഒരു നല്ല രീതിയിലുള്ള ബാത്റൂം പോലും ഇല്ലാത്ത റൂമിൻ്റെ കാര്യവും അതുമൂലം ആ സ്ഥലത്ത് ആ ഷൂട്ടിംഗ് സ്ഥലത്ത് താൻ അനുഭവിക്കേണ്ടി വന്ന വിഷമത്തെക്കുറിച്ചും കൂടി പറയാനുണ്ട്. അതിനെയും ഷൈൻ ടോം ചാക്കോ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അത് ചിലപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആ വ്യക്തി കാണുന്നതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും അതിവിടെ ഈ പുരുഷ മേധാവിത്വം തന്നെയാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഷൈൻ ടോം ചാക്കോൻ്റെ വോയിസിന് മുകളിൽ മെറീനയ്ക്ക് സംസാരിക്കാൻ കഴിയാണ്ടല്ല, അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചിലപ്പോൾ മെറീനയ്ക്ക് ഇനിയും കുറേ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അവിടെ ഈ പറയുന്ന പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നതായിരിക്കാം. വീണ്ടും പഴയ പല നടിമാരെ പോലെ ഇതുപോലെ സംസാരിച്ചിട്ട് പിന്നെ അവസരങ്ങൾ നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കേണ്ടി പല നടിമാരെ പോലെ
ഒരു പേരായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടോ മെറീന മാറിയേക്കാം. ആ രീതിയിലേക്ക് ആകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഷൈൻ ടോം ചാക്കോന്റെ സംസാരം കൂടി വരുന്നത്. അതും മെറീനക്ക് ഉണ്ടായ അനുഭവം തന്നെയാണ് മെറീന പറയുന്നത്. ആ അനുഭവത്തെക്കുറിച്ച് പിന്നീടാണ് ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ആയിട്ട് വന്ന് പറയുന്നത്. എനിക്ക് പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ വേണം, പക്ഷേ എനിക്കത് അവിടെ നിന്ന് അവർ നൽകിയില്ല. ഒരു സിനിമയ്ക്ക് വേണ്ടി പോയിട്ട് ഒരു നടിയായിട്ട് പോയിട്ട് തനിക്കത് അവിടെ നിന്ന് കിട്ടിയില്ല. പകരം അത് 2 നടന്മാർക്ക് കിട്ടിയപ്പോൾ ആ സിനിമ തന്നെ മെയിനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയുടെ തന്നെ വളരെ അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ് നടി. ആ നടിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ തന്നെ അവിടെ അത് ഒരു പെണ്ണാണ് എന്ന രീതിയിൽ ഒഴിവാക്കി എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വിവേചനം തന്നെയാണ് ഇവിടെ ഈ പറയുന്ന മെറീന പറയുന്നത്. അതുകൊണ്ട് ഇന്ന് കേട്ടോക്കാം. ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ളത് മമ്മൂക്കി മോഹൻലാലായിരിക്കുന്നു. 100%. കാരണം അവർ ഇന്നും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പിടിച്ച പിള്ളേരെ കാശ് വാങ്ങാത്തത് കൊണ്ടും ഇങ്ങനെ പ്രതികരിക്കാത്തത് കൊണ്ടും. അവർക്ക് സിനിമ അത്ര ഇഷ്ടമാണ്, അപ്പൊ സിനിമ അവർക്കാണ് വേണ്ടത് അല്ലേ? അല്ല, സിനിമ അവർക്കാണ്. അപ്പൊ അവര് മാക്സിമം ക്ഷമിക്കും. അപ്പൊ അതില് മെയിൽ ആയതുകൊണ്ടെന്നുള്ളതില്ല, രണ്ട് പോയിന്റ് കൃത്യമാണ്. ഇല്ല, ഇവർ പറഞ്ഞതിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞു, ആണുങ്ങളാണെന്നുള്ള വ്യത്യാസമല്ല, അതിലുള്ള വ്യക്തികളുടെ വ്യത്യാസമുള്ളൂ. ഞാനാണല്ലേ അപ്പൊ ആണെന്ന് പറഞ്ഞാൽ ഞാനാണ് പെട്ടില്ലേ, ഞാൻ പ്രതികരിക്കണം പെരുമാറണം. അതാ അപ്പൊ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്, അതാണ് എന്റെ തർക്കം. ആണ് എന്ന് അപ്പൊ ഇങ്ങനെ പറയും. വ്യക്തികളുള്ള വ്യത്യാസമാണത് അല്ലേ? അങ്ങനെ ആണോ? വ്യക്തികളുള്ള അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വിവാഹശേഷം സ്ത്രീകൾ മാത്രം എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കുറയുന്നത്? ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്ന ഒരു എന്താ പറയുക, ഒരു രീതിയാണത്. സ്ത്രീകളോട് ചോദിക്കണ്ടേ? ഞാനെങ്ങനെ വേറൊരാളുടെ എന്റെ ഭാര്യ എനിക്ക് അഭിനയിക്കാൻ പറയാൻ പറ്റുമോ? അത് ഞാനെങ്ങനെ പറയും? അത് ഞാനെങ്ങനെ പറയാം? അപ്പൊ നീ എന്തിനാണ് മെയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത്? ആണ്, അയാൾ അങ്ങനെ സംഭവിക്കാൻ പറ്റും. ഇത് മാത്രമല്ല എന്റെ അതാണ് ഞാൻ എന്റെ അടുത്ത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു. അവിടെ ആർട്ടിസ്റ്റുകൾ 2 മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ, അവർക്ക് ക്യാരവാൻ ഉണ്ട്. എനിക്കൊരു റൂം തന്നു, ബാത്റൂം. എന്തുകൊണ്ട് അവര് താൻ മെയിൽ ആക്ടർ എന്ന് പറയുന്നു? ആ വ്യക്തിയുടെ പേര് പറഞ്ഞു, 2 പേര്. ആ വ്യക്തികളല്ലേ? അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് എന്താ പറയാ, ഇവർക്ക് നല്ല ക്യാരവൻ കൊടുക്കണം. അങ്ങനെയുണ്ടോ ഇവിടെ? നമ്മൾ ക്യാരവൻ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ലേ? അപ്പൊ തന്നെ ഞാൻ പെട്ടില്ലേ? അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ ഞാൻ അപ്പൊ ആ വ്യക്തികളുടെ 2 വ്യക്തികളുടെ പേര് പറ. ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചാൽ കാര്യം എല്ലാ വ്യക്തികളുടെ കാര്യം പേര് പറ. അത് അങ്ങനെ പറഞ്ഞു. മെയിൽ എന്ന് പറഞ്ഞ മെയിലിനാണല്ലേ? അല്ല, അപ്പൊ ആ വ്യക്തികളുടെ പേര് പറ. ഷൈൻ അങ്ങനെ ചെയ്യുന്നത് ഇവരാരും പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. പക്ഷെ ഇവരെന്താണ് മെയിൽ ആയത് നടക്കുന്നു പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ലേ? അതൊക്കെ മെയിലിന് എന്തിനു ഉപയോഗിക്കണം? വ്യക്തിന് പറഞ്ഞൂടെ? വ്യക്തിനെയല്ലേ പറയേണ്ടത്? അപ്പൊ പിന്നെ കുറ്റം പറയാൻ പാടില്ല. മെയിൽ കൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയണം. ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ? മെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടില്ലേ? സ്ത്രീ എന്ന് പറഞ്ഞത് നീ പാടില്ലേ? ഷൈന് മെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴേലും സ്ത്രീകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കേട്ടില്ലേ? അവിടെ ആ ലേഡി മെറീന എന്ന് പറയുന്ന ലേഡിക്ക് ചെയ്യാൻ കഴിയുന്ന അത്ര മാത്രമേ ഉള്ളൂ. അവിടെ ലേഡിക്ക് വോയിസ് ഇല്ലാണ്ടല്ല, സംസാരിച്ചു കഴിഞ്ഞാൽ നീ നിർത്തണമില്ലേ, മതി, നീ എന്തുണ്ടായി പറയണത് ചോദിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത വാക്കുകളില്ലാത്തതുകൊണ്ടല്ല. അവിടെ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പിന്നീട് ഇവർ അനുഭവിക്കേണ്ടി വരുന്ന ഈ നീക്കി നിർത്തൽ, മാറ്റി നിർത്തലൊക്കെ ഉണ്ടാകുമെന്നുള്ള തോന്നൽ കൊണ്ടാണ് അവിടെ സംസാരിക്കാതെ ഇറങ്ങിപ്പോയത്. അവിടെ അവർ പറയുന്ന അവർക്കുണ്ടായ അനുഭവവും പുരുഷന്മാരായതുകൊണ്ട് അല്ലെങ്കിൽ നടന്മാരായതുകൊണ്ട് അവർക്ക് കിട്ടിയ പ്രിവിലേജും, താനൊരു ലേഡിയാണ്, സിനിമയിലൊരു ലേഡി ഫീമെയിൽ ആക്ടറാണ് എന്നതുകൊണ്ട് തന്നെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ തനിക്ക് കിട്ടാത്ത പ്രിവിലേജിനെ കുറിച്ചും വിവേചനത്തെക്കുറിച്ചും അവർ പറയുമ്പോൾ ഇവിടെ ഷൈൻ ടോം ചാക്കോന്റെ മൈൻഡിൽ എന്താണ്? മെയിൽ എന്ന് പറയുന്നത് എല്ലാവരും ഉൾപ്പെടുന്നു. ഞാനടക്കൊരു മെയിലാണ്, അപ്പം എന്നെയും കൂടി അതിൽ ചോദ്യം ചെയ്യപ്പെടുന്നു, ഞാനടക്കം അത് ഉൾപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നലിലാണ് ഷൈൻ ടോം ചാക്കോ ഇത്രത്തോളം റേസായി പറയുന്നത്. ഒരു രീതി നോക്കിയാൽ ഓക്കെയാണ്. ഇപ്പോൾ ഒരു ആൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരെയും കൂടി, ഇപ്പോൾ ഒരു ആളൊരു പെൺകുട്ടിയെ മോശമായി പ്രവർത്തിച്ചാണ്, ആണുങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കടക്കം ഫീൽ ചെയ്യും. കാരണം എന്തിനോ എല്ലാവരും കൂടി പറഞ്ഞു, ഒരാൾ മാത്രം പറഞ്ഞാൽ പോലെയാണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അതെങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ പോലും ഇവിടെ ഈ ലേഡി പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പുരുഷന്മാർ ഇങ്ങനെയുണ്ട്, ഒരുപാട് വ്യക്തികൾ ഇങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പുരുഷന്മാർ ഇത്തരം മെയിൽ ആക്ടേഴ്സിൻ്റെ ഇടയിൽ ഫീമെയിലിന് കിട്ടാത്ത ചില പ്രയോറിറ്റികളെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത സ്ഥാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ട ഒരു വിവേചനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ ഈ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഷൈൻ ടോം ചാക്കോന്റെ സംസാരത്തിൻ്റെ ഇടയിൽ ഷൈൻ ടോം ചാക്കോനോട് എതിർത്ത് സംസാരിക്കാൻ പറ്റാത്ത ലേഡി ഇറങ്ങി പോവുകയാണ് ചെയ്തത്.
അവിടെ തന്നെ ഉണ്ട് ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ മെറീന എന്ന് പറഞ്ഞ ലേഡിയുടെ നിസ്സഹായകത. ഇത് തന്നെയാണ് രണ്ടാമത് അവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഒരുപാട് പേര് മോശമായി അവർക്ക് മെസ്സേജ് ഇട്ടു, നീ ഇത്ര അഹങ്കാരി എന്താണ്, നീ ഇങ്ങനെ ചെയ്യുന്നു, നീ അങ്ങനെയാണ്, വെറുതെ അല്ലാത്രയും നിന്റെ അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോശമായ രീതിയിലുള്ള മെസ്സേജുകൾ വന്നു. അതേപോലെ തന്നെ ആ സിനിമയിലുള്ള ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ ആ സിനിമയിലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്തിട്ട് അപ്പം തനിക്ക് പറയാനുള്ളത് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. കാരണം 2 ക്യാരവാനാണെങ്കിൽ പോലും ആ നടന്മാർ വന്നിട്ട് ഇവർക്ക് ഓക്കെ ബാത്റൂം യൂസ് ചെയ്തോ ക്യാരവാൻ യൂസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നന്മകളെ കുറിച്ചും കൂടിയും ഈ പറയുന്നതിൽ പറയുന്നുണ്ട്, ഏത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ഇന്റർവ്യൂവിൽ അവരെ കേൾക്കാൻ, മെറീനനെ കേൾക്കാൻ ഷൈൻ ടോം ചാക്കോ കുറച്ച് കാമായി സംസാരിച്ചിരുന്നെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചാണ്. പക്ഷെ അത് കേൾക്കാൻ ഷൈൻ ടോം ചാക്കോ നിന്നില്ല. പകരം ഷൈൻ ടോം ചാക്കോന്റെ രീതിയിൽ കുറച്ചും കൂടി റേസായി വേറെ എല്ലാവരെയും സംസാരിച്ച് ഉടമ അവർ നിർത്തിപ്പോകേണ്ടി വന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങളാണ് ഞാനൊന്ന് പറയുന്നത്. ഒന്ന് വിവേചനവും ഡെഡിക്കേഷനും. ഈ രണ്ടും രണ്ടാണ്, 2 ധ്രുവങ്ങളാണ്, കാന്തം പോലെ തന്നെ, രണ്ടും തമ്മിൽ ചേരിയില്ല. ഇതിൽ ലാലേട്ടൻ മമ്മൂട്ടിയുടെ വിഷയത്തിൽ ഡെഡിക്കേഷൻ ആണെങ്കിൽ ഈ മെറീനയുടെ ആണെങ്കിലും ഗ്രേസിന്റെ ആണെങ്കിലും വിവേചനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഷൈൻ ടോം ചാക്കോന് മനസ്സിലായില്ല. മറ്റൊന്ന്, എനിക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് പഠിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്, ഗുഡ് സ്പീക്കർ ഇസ് എ ഗുഡ് ലിസണർ. നല്ലൊരു കേൾക്കാരൻ എപ്പോഴും നല്ലൊരു സംസാരിക്കാൻ കഴിവുള്ളവനായിരിക്കും. ബൈ.